അനുമതിയില്ലാതെ ദേവസ്വം ഭൂമിയായ കണ്ണൂർ മാടായിപ്പാറയിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ പലസ്തീൻ അനുകൂല പരിപാടി നടത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ GIOയുടെ 30 പ്രവർത്തകർക്കെതിരെ കേസെടുത്തെങ്കിലും അത് പോരാ എന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വിവരങ്ങൾ. നിലിമ, ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് കണ്ണൂർ മാടായിപ്പാറ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അത് ദേവസ്വം ഭൂമിയാണ്, അതായത് ക്ഷേത്രഭൂമിയാണ്. മാടായിക്കാവ് ഭഗവതിയുടെ അടക്കം ക്ഷേത്രത്തിന്റെ അടക്കം ഒരു ദേവസ്വം ഭൂമിയാണത്. അത്തരമൊരു ദേവസ്വം ഭൂമിയിലാണ് ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ GIOയുടെ പ്രവർത്തകർ കടന്നു കയറി യാതൊരു അനുമതിയുമില്ലാതെ അതുവഴി പ്രകടനം നടത്തി കടന്നു പോകുന്ന സാഹചര്യമുണ്ടായത്. നമുക്കറിയാം, ഹൈക്കോടതിയുടെ അടക്കം ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ അവിടെ സുരക്ഷിത മേഖലയായി കരുതുന്ന ഒരു സ്ഥലമാണ്. കാരണം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപൂർവീന സസ്യലതാദികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റു പരിപാടികളോ ഒന്നും തന്നെ നടത്താൻ പാടില്ല എന്ന് നേരത്തെ തന്നെ നിയമമുള്ളതാണ്. ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി ദേവസ്വം ബോർഡിൻ്റെയോ മറ്റോ യാതൊരു അനുമതിയുമില്ലാതെ ക്ഷേത്രഭൂമിയിൽ അതിക്രമിച്ചു കയറിയാണ് ഇത്തരമൊരു പരിപാടി അവർ അവിടെ സംഘടിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നത്. നിലവിൽ ഈ GIOയുടെ 30 പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും അത് പോരാ, ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തി കേസെടുക്കണമെന്നൊരു ആവശ്യമാണ് BJP ഉന്നയിച്ചിരിക്കുന്നത്. കാരണം അത് ക്ഷേത്രഭൂമി ആണ്, അവിടെ അനുമതി ഇല്ലാതെയാണ് ഇവർ പ്രവേശിച്ചത്. മാത്രമല്ല, അവിടെ ഈ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തിരുവോണ ദിനത്തിൽ ഇത്തരമൊരു പരിപാടി നടത്തിയതൊരു മനഃപൂർവ്വം സ്പർദ്ധ ഉണ്ടാക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണെന്നൊരു ആരോപണം കൂടി അവർ ഉയർത്തുന്നുണ്ട്. ഈ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് മാടായിപ്പാറയ്ക്ക് സമീപം BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും നടത്തുന്നുണ്ട്. കാരണം ഇവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യം തന്നെയാണ് BJP നേതൃത്വം ഉൾപ്പെടെ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ദേവസ്വം ഭൂമി ആളുകൾക്ക് നടന്നു പോകുന്നതിന് പോലും നിയന്ത്രണങ്ങളുടെ ഈ സ്ഥലത്ത് വാഹനമടക്കം കയറ്റിയതിനു ശേഷമാണ് ഇവർ ഇവിടെ ഒരു പ്രകടനമായി രംഗത്തെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമുണ്ട്. ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. നീലിമ, മിഥുൻ, യഥാർത്ഥത്തിൽ എന്തിനാണ് ഇവർ ഈ മാടായിപ്പാറയിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ സംഗമം നടത്തുന്ന സാഹചര്യം ഉണ്ടായത്? അത് തന്നെ, അതിൻ്റെ ഉദ്ദേശശുദ്ധി തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? തീർച്ചയായും. ഇപ്പോൾ മാടായിപ്പാറയ്ക്ക് തൊട്ടടുത്താണ് പഴയങ്ങാടി നഗരമുള്ളത്. നഗരത്തിൽ ഉൾപ്പെടെ പരിപാടി നടത്തുന്നതിൽ ഇവർക്ക് യാതൊരു നിയന്ത്രണങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്തരമൊരു സാഹചര്യം നിലനിൽക്കെ എന്തിനാണ് ഈ ദേവസ്വം ഭൂമിയിൽ കടന്നു കയറി ഇവർ ഇത്തരം ഒരു പരിപാടി നടത്തിയെന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ഇവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ BJP അടക്കം രംഗത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണവും അതാണ്. കാരണം മറ്റ് പലയിടങ്ങളും ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ ഇവർക്കുണ്ടായിട്ടും എന്തുകൊണ്ട് ദേവസ്വം ഭൂമിയിൽ തന്നെ ഇവർ പരിപാടി നടത്താൻ വേണ്ടി തിരഞ്ഞെടുത്തു എന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അത് മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കുക അല്ലെങ്കിൽ സ്പർദ്ധ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് എന്നൊരു കാര്യം തന്നെയാണ് ഉയരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പഴയങ്ങാടി പോലീസ് ഏതാണ്ട് 30ഓളം GIOയുടെ പ്രവർത്തകർ, അതായത് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ 30ഓളം പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. ഈ ഒരു കേസെടുത്ത് വെറും ഒരു കേസെടുത്താൽ പോരാ, ഇവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം, ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്നൊരു ആവശ്യം കൂടി BJP ഉന്നയിക്കുന്നുണ്ട്. ഇവരുടെ ഉദ്ദേശശുദ്ധി തന്നെയാണ് ഈ ഒരു പ്രതിഷേധവുമായി BJP അടക്കം രംഗത്ത് വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. കാരണം മറ്റ് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി എന്തിന് മാടായിപ്പാറ തെരഞ്ഞെടുത്തു എന്ന ചോദ്യം തന്നെയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇത് വൈകുന്നേരം 5 മണിക്കാണ് മാടായിപ്പാറയ്ക്ക് സമീപം BJPയുടെ നേതൃത്വത്തിൽ ഈ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുക. നീലിമ, മിഥുൻ പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.